ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും 2 ദിവസം മുമ്പ് കുറച്ച് സന്തോഷിച്ചു. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് അത്ര സന്തോഷം പോരാ. കാരണം നിഫ്റ്റി കുറച്ച് താഴോട്ട് വന്നിട്ടാണ് ഇന്നും ഇന്നലെയായിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. എങ്കിലും ഞാൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് അടുത്ത ആഴ്ചയിലേക്കുള്ള ലെവൽസ് പറയുകയാണെങ്കിൽ ഞാനൊരു ബുള്ളിഷ് മൂവ് തന്നെയാണ് അടുത്ത ആഴ്ചയുടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് 23,559 ക്ലോസ് ചെയ്തേക്കുന്നത്. ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു 23,250 സപ്പോർട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം തന്നെ 23,250 സപ്പോർട്ട് എടുത്ത് അതിനുശേഷം തിരിച്ച് മുകളിലേക്ക് പോയി. 700, 23,800, 23,700 സോൺ റെസിസ്റ്റൻസ് സോണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം തന്നെ 23,700, 23,800 റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് ഇപ്പോൾ 23,550 റേഞ്ചിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ ലെവൽസ് പറയുകയാണെങ്കിൽ 23,000 ഇന്ന് ഉണ്ടാക്കിയല്ലോ, അതായത് 23,435 ഇന്നുണ്ടാക്കിയാലോ സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ്. 23,435 സപ്പോർട്ടായിട്ട് പരിഗണിക്കാം. 24,000 റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അതാണ് അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ ലെവൽസ്. ഓക്കെ, ഇനി ഏതൊക്കെ സെക്ടറുകളാണ് ഇന്ന് ഫ്രൈഡേ ക്ലോസ് ചെയ്ത് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നിഫ്റ്റി ഫാർമ 0.31% അപ്സൈഡായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 0.22% നെഗറ്റീവിലാണ്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.32% അപ്സൈഡായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. PSU ബാങ്ക് ഇൻഡെക്സ് 1.38% ലോസിലാണ്. നിഫ്റ്റി മെറ്റൽ 2.66%. അത് ഗംഭീര റാലി നിഫ്റ്റി മെറ്റലിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ടാറ്റ സ്റ്റീൽ പോലത്തെ സ്റ്റോക്കുകൾ അത് ഗംഭീര റാലി സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നിഫ്റ്റി മീഡിയ 1.01% ലോസിലാണ്. FMCG സെക്ടർ 1.30% ലോസിലാണ്. നിഫ്റ്റി ബാങ്ക് 0.44% ലോസിൽ തന്നെയാണ്. നിഫ്റ്റി ഓട്ടോ പോസിറ്റീവ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 0.69% അപ്സൈഡാണ്. റിയാലിറ്റി സെക്ടറും 0.10% അപ്സൈഡായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. പ്രൈവറ്റ് ബാങ്കിങ് സെക്ടർ 0.07% അപ്സൈഡ്, ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. IT സെക്ടർ 0.23% ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നിഫ്റ്റി എനർജി 0.73% ലോസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇൻഫ്രാ സെക്ടർ ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ഒരു ബുള്ളിഷ് മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് ബേസിൽ നിഫ്റ്റി ഫാർമ, മിഡ് ക്യാപ്പ്, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓട്ടോ, ഈ 4 സെക്ടറുകൾ അടുത്ത ആഴ്ചയിലേക്ക് ഒരു ബുള്ളിഷ് മൂവ് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ നോക്കിയിട്ട് വരാം. ഞാൻ വീഡിയോ ചെയ്യുന്നത് ഫ്രൈഡേ രാത്രി 7 മണിക്കാണ്. അപ്പോൾ ആ സമയത്തെ ഡാറ്റയാണ് പറയുന്നത്. നാസ്ഡാക്ക് 0.54% അപ്സൈഡായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡാക്സ് 0.27% അപ്സൈഡാണ്. S&P 500 0.36% അപ്സൈഡാണ്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം അത്യാവശ്യത്തിന് പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ഉണ്ട്. നിക്കി മാർക്കറ്റ് 0.61% അപ്സൈഡാണ്. ഫഡ്സ് 0.10% അപ്സൈഡാണ്. ഡാക്സ് 0.10% ലോസാണ്. CAC 40 0.15% ലോസിലാണ്. ലോസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഇത് വെള്ളിയാഴ്ച രാത്രി 7 മണിയുടെ ഡാറ്റയാണ് പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡാറ്റകളിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ് കാണുന്നത്. അപ്പോൾ തിങ്കളാഴ്ചയും നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടോട് കൂടിയിട്ട് വ്യാപാരം ആരംഭിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് നമുക്കൊരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനെടുക്കുന്ന ട്രേഡ്സ് അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ട്രേഡ് എടുക്കാം. അതിൻ്റെ റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ ട്രേഡ് എടുക്കാം. ഞാൻ ട്രേഡ് എടുക്കുന്ന പോസ്റ്റുകൾ അതുപോലെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ അറിയാവുന്നവർ മാത്രമാണ് ആ മെസ്സേജ് അയക്കേണ്ടത്. കാരണം നമ്മൾ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് എന്ത് അടിസ്ഥാനത്തിലാണത് എടുത്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം സമയം പോയിക്കൊണ്ടിരിക്കണല്ലോ. അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത ഉടനായിട്ട് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ട്രേഡ് എടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ കുറേ ആളുകൾ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അവർക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് താല്പര്യമില്ല. അങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, എനിക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളെ ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. കൃത്യമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കൃത്യമായിട്ട് പറയണം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണോ താല്പര്യമെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറയണം. ഇതല്ല സ്വിംഗ് ട്രേഡ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ സ്വിംഗ് ട്രേഡിൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറയണം. ഓക്കെ. കുറേ ആളുകൾ ലോങ് ടൈമിലേക്ക് നല്ല സ്റ്റോക്കുകൾ വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹോൾഡ് ചെയ്ത് വെച്ച സ്റ്റോക്കുകൾ ഇപ്പോൾ നിഫ്റ്റി നിങ്ങൾക്ക് അറിയാലോ ഒരു 2500-3000 പോയിന്റ് അടുത്ത് താഴോട്ട് വീണുണ്ട്. അപ്പോൾ ആ ഫണ്ട് അവിടെ ബ്ലോക്കായിട്ട് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്തുകൊണ്ട് വളരെ സേഫായ രീതിയിൽ നമുക്ക് ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. കാരണം ഓൾറെഡി ആ ഫണ്ട് അവിടെ ക്യാപ്പായിട്ട് എടുക്കുകയാണ്. ആ ഫണ്ടിനെ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് FNO ട്രേഡ് ചെയ്ത് മാസത്തിലൊരു സ്ഥിര വരുമാനം പോലെ വളരെ ചെറിയ റിസ്ക് എടുത്തുകൊണ്ട് നമുക്ക് മാസ വരുമാനം പോലെ ഒരു തുക നമുക്ക് ശേഖരിക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു പറയാണ്, തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്നുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ തന്നെ ബന്ധപ്പെടാം. എൻ്റെ കയ്യിൽ കുറച്ച് ഹോൾഡിങ്സ് ഉണ്ട്, അത് ലോസിലാണ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോഫിറ്റിലാണെന്ന് പറയാം. നിങ്ങൾക്ക് അത് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ഓപ്ഷൻസ് ചെയ്ത് പൈസ ഉണ്ടാക്കണം, ഓപ്ഷൻസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന ആഗ്രഹമുള്ള ആളുകൾ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം രൂപ ഫണ്ട് സ്റ്റോക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ആ പൈസ വെറുതെ ഡെഡായിട്ട് കിടക്കണ്ട. അതിന് പകരം നമ്മളത് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ആ പൈസയ്ക്ക് മാന്യമായ റിട്ടേൺ കിട്ടാവുന്ന രീതിയിൽ ഓപ്ഷൻസ് ചെയ്യുക, വളരെ സേഫായ രീതിയിൽ ഓപ്ഷൻസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളവരാണെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മൾ മീറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് നേരിട്ട് തന്നെ കണ്ട് സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ തീരുമാനം ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഓപ്ഷൻസ് പഠിക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പഠിക്കണം, അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകളെ കുറിച്ചിട്ട് എങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ടതെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്നെ നേരിട്ട് സമീപിക്കാനായിട്ട് അങ്ങനെ താല്പര്യമുള്ളവർക്കും വാട്സപ്പ് താഴെ നമ്പർ കൊടുക്കുന്ന ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ ലെവൽസ് പറഞ്ഞു കഴിഞ്ഞു. നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ബൈ ഓൾ.